സച്ചേട്ടാ, ഇപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തെ. അന്ന് ധനുഷിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചിറങ്ങിയ സമയത്ത് അവന്റെ ഒരു ഫ്രണ്ടിനെ നമ്മൾ കണ്ടത് ഓർമ്മയുണ്ടോ? അവന്റെ നമ്പർ ഒന്ന് തപ്പിയെടുക്കണം. അവനെ ഒന്നുകൂടി കാണണം. അവന്റെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തുതരാം. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അവര് തമ്മിൽ ഇത്രയും സ്നേഹിച്ചിട്ട് അതിനേക്കാൾ റിസ്ക് എടുത്ത് വിവാഹം കഴിച്ചിട്ട് അവളെ ഇങ്ങനെ അവൻ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ സച്ചേട്ടൻ പറഞ്ഞതുപോലെ അതിന് പിന്നില് എന്തോ ഒരു കാരണമുണ്ട്. ആ കാരണത്തിലേക്കുള്ള വഴി തുറക്കാൻ അവന്റെ ആ കൂട്ടുകാരന് കഴിയും. സൂരജിന് എന്നെ മനസ്സിലായോ? എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളന്ന് ധനുഷിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്താ പുതിയ വിഷയം? ധനുഷിനെ കുറിച്ച് അറിയാവുന്ന വിവരങ്ങളൊക്കെ അന്ന് ഞാൻ പറഞ്ഞാണല്ലോ. എനിക്കിപ്പോ അറിയേണ്ടത് മറ്റൊരു കാര്യം. അക്കാലത്ത് ധനുഷിന്റെ അടുത്ത സുഹൃത്തുക്കൾ ആരായിരുന്നു? ഞാൻ അന്വേഷിക്കുന്നത് ഏതെങ്കിലും പെൺകുട്ടികളുമായിട്ട് ധനുഷിനടുത്ത ബന്ധം ഉണ്ടായിരുന്നോ എന്നാ. ഇപ്പോഴും അവനെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഭീഷണിയുണ്ടോ? അങ്ങനെ ഭീഷണിയൊന്നുമില്ല. പഴയതിൽ നിന്നും ധനുഷ് കുറേയേറെ മാറിയിട്ടുണ്ട്. പക്ഷേ ചില സംശയങ്ങളൊന്ന് തീർക്കാൻ വേണ്ടിയാ. ടെക്കിയായിരുന്ന കാലത്ത് അവൻ ഏതോ ഒരു പെണ്ണുമായി ബന്ധം ഉണ്ടായിരുന്നു എന്നറിയാം. ഇതാണോ ആ സ്ത്രീ? ഇതാണോ എന്ന് ചോദിച്ചാ എനിക്കറിയില്ല. ഞാൻ ആളെ നേരിട്ട് കണ്ടിട്ടില്ല. എന്തായിരുന്നു അവര് തമ്മിലുള്ള ബന്ധം? പ്രേമമായിരുന്നോ അതോ വെറും സൗഹൃദമായിരുന്നോ? ഒരിക്കൽ അവന്റെ ലൈഫിൽ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായി. ഒരു സ്കാമിൽ അവൻ അകപ്പെട്ടു. അന്ന് അവൻ ജയിലിൽ പോകേണ്ടതായിരുന്നു. പക്ഷേ അവനെ അതിൽ നിന്ന് രക്ഷിച്ചത് ആ പെൺകുട്ടിയാ. അങ്ങനെയായിരുന്നു ആ ഒരു ബന്ധത്തിന്റെ തുടക്കം.